എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? അപ്പം ഇപ്പം പറഞ്ഞില്ലേ ഒരാളൊരു ഇഷ്ടം എക്സ്പ്രസ് ചെയ്തിരുന്നു എന്നൊക്കെ. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ക്രഷ് ആയെന്ന് പറഞ്ഞ അന്നേരം തൊട്ട് തുടങ്ങിയേക്കും ഇവളെ ഈ ഇളക്കം. എവിടെയാണ് ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവും. ഈ 99 ദിവസത്തിൽ ഏറ്റവും അധികം ഹേർട്ടായ അല്ലെങ്കിൽ വിഷമിച്ചൊരു മൊമെന്റ് ഏതാ? എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിപ്പോ ഭയങ്കര ക്വസ്റ്റ്യൻ ആയല്ലോ. എന്താ നിന്റെ വിഷമം? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. പേരൊന്നും പറയുന്നില്ല. ഉറപ്പാടാം. അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ മേക്കപ്പ് ചെയ്ത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് സാർ ആ കുട്ടിയുടെ കണ്ണിലിങ്ങനെ നോക്കി നിൽക്കുന്നത്. നമ്മളോട് ഒരു ഇഷ്ടം തുറന്ന് അല്ലെങ്കിൽ പല രീതിയിലും കാണിച്ച ഒരാൾ മുഖവരെ ആവശ്യത്തിലും കൂടുതലായി. താൻ കാര്യം പറ. നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? നിങ്ങൾ വേറെ സുഹൃത്തല്ലേ? അതിലപ്പുറം ഒന്നുമില്ലല്ലോ. അതിലപ്പുറം ഞങ്ങൾ തമ്മിലുണ്ട്. ആ ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല, ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. ചേട്ടാ പാല് വേണോ? കുറച്ച് ചേട്ടാ കുറച്ച് കൊടുക്കും. മണിയറിയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ, പാല് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് നൈറ്റിനൊക്കെ. കുടിക്കേട്ടാ ചേട്ടാ, ഹെൽത്ത് ഞാനും കൂടെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കൂടിയാ. എനിക്ക് അതില് ഒരു വിഷമവും ഇല്ല. അനീഷിന്റെ ലൈക് ദ അതർ പേഴ്സണോടുള്ള ആ ഒരു ഇഷ്ടം അതൊരു ലവ് സ്ട്രാറ്റജി ആയിരുന്നോ? അങ്ങനെ പറയാൻ പറ്റൂല. ഉത്തമയായ ഭാര്യ 3-4 ആഴ്ചകൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തന്നുകൊണ്ടേയിരുന്നു. അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. പാലിന് നല്ല രുചി. കാരണം സൂചനകളൊക്കെ തന്നിരുന്നു. അയ്യേ അനു, നീ എന്തിനാ നിന്റെ പാല് കൊടുക്കുന്നത് അനീഷേട്ടന്? നിനക്കെന്താ പ്രശ്നം? അയ്യേ, നീ എന്താ ഒരു കണ്ടസ്റ്റന്റ് ആയി കളിക്കാൻ വന്നത്? പാല് നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഫേക്ക് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഒരു പ്രണയം നടിച്ചു എന്നാണ് അനീഷ് പറയണത്. കുടിച്ചോ? ഇനി ഞാൻ കഴിക്കുന്നതിന്റെ പകുതിയും ഞാൻ ചേട്ടൻ തരും. ചേട്ടന്റെ ഹെൽത്ത് നോക്കേണ്ടത് എന്റെയും കടമയാണ്. 3 വീക്സ് അനീഷ് അത് വിശ്വസിച്ചു. ഈ സാധനം ഇത്ര കുരുത്തങ്കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. ചേട്ടൻ എപ്പോഴേ കുടിച്ചു. അങ്ങനെയല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം അവിടെ ലൈൻ കട്ട്. ഇനി ഒരു കാരണവശാലും ആ ഒരു പേഴ്സണായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. മച്ചാ പോടാ പോടാ, സൈഡിൽ പോടാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.